ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചെറുപുഷ്പ മിഷൻ ലീഗ് അംഗങ്ങളായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കത്തോലിക്ക സഭയിൽ നാം ഇന്ന് 2020 ഒക്ടോബർ 18 ഞായറാഴ്ച മിഷൻ ഞായറായി ആചരിക്കുന്നു. മിഷൻ ഞായർ ലക്ഷ്യം വയ്ക്കുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ആദ്യമേ തന്നെ ഞാൻ ഏറ്റവും ഹൃദയപൂർവ്വം നേരുന്നു. ആഗോള സഭയിൽ എല്ലാ വർഷവും സാധാരണഗതിയിൽ ഒക്ടോബർ മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ച മിഷൻ ഞായറായി ആചരിക്കുന്ന പതിവ് 1926 11-ാം പിയൂസ് മാർപ്പാപ്പയാണ് ആരംഭിച്ചത്. ലോകത്തിലെ എല്ലാ കത്തോലിക്ക ഇടവകളും ഇന്ന ദിനം പ്രേക്ഷിത ഞായറായി ആചരിക്കുന്നു. സഭയിൽ പ്രേക്ഷിത ആഭിമുഖ്യം വളർത്തുന്നതിനും ലോകമെങ്ങുമുള്ള എല്ലാ പ്രേക്ഷിത രൂപതകളെയും പ്രേക്ഷിത പ്രവർത്തകരെയും പ്രാർത്ഥനയിലൂടെയും പ്രോത്സാഹനത്തിലൂടെയും സാമ്പത്തിക സഹകരണത്തിലൂടെയും സഹായിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ആഗോള സഭ ഒരു മനസ്സോടെ ഒന്നിക്കുന്ന അവസരമാണ് മിഷൻ ഞായർ. ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി പീഡനങ്ങളും അവഹേളനങ്ങളും അനുഭവിക്കുന്നവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാനും ഉള്ള അവസരമാണിത്. പിതാവായ ദൈവം തന്റെ സ്നേഹവും കാരുണ്യവും രക്ഷയും നമുക്ക് നൽകുവാൻ ഈ ലോകത്തിലേക്ക് അയച്ച ഈശോമിശിഹാ തന്നെയാണ് ആദ്യത്തെ പ്രേക്ഷിതൻ. അവിടുത്തെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും രക്ഷയുടെയും ദൗത്യം ഈ ലോകത്തിൽ തുടരുന്നതിന് അവിടുന്ന് തിരുസഭയെ ധരമേൽപ്പിച്ചു. അതിനാൽ ഈശോയുടെ ദൗത്യം തന്നെയാണ് തിരുസഭയുടെയും ദൗത്യം. സഭയുടെ ദൗത്യം ഓരോ സഭാംഗത്തിന്റെയും ദൗത്യമാണ്. മറ്റൊരു വാക്കിൽ, മാമോദീസ സ്വീകരിച്ച എല്ലാ ക്രൈസ്തവരും അയക്കപ്പെട്ടവരാണ്, പ്രേക്ഷിതരാണ്. അവർക്ക് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഒരു സന്ദേശമുണ്ട്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, രക്ഷയുടെ സന്ദേശം. ഇത് അനുഭവിച്ചറിഞ്ഞവർക്ക് രക്ഷയുടെ സന്ദേശം മറ്റുള്ളവർക്ക് പങ്കുവച്ചു കൊടുക്കുവാൻ ഏറെ ഉത്തരവാദിത്വമുണ്ട്. COVID-19 എന്ന പകർച്ചവ്യാധി സൃഷ്ടിച്ച വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ് ഇന്ന് ലോകം. ഈ പ്രതിസന്ധി സാമൂഹിക അകലം പാലിക്കുവാനും മറ്റുള്ളവരിൽ നിന്നകന്ന് വീടുകളിൽ തന്നെ കഴിയുവാനും നമ്മെ നിർബന്ധിതരാക്കുന്നു. അതോടൊപ്പം തന്നെ പക്ഷേ ഈ പ്രതിസന്ധി തന്നെ മനുഷ്യ സാഹോദര്യത്തിന്റെ വില മനസ്സിലാക്കുവാനും നമ്മുടെ ഈ ലോകത്തിലെ നിലനിൽപ്പ് തന്നെ പരസ്പര ആശ്രയത്വത്തിൽ അധിഷ്ഠിതമാണ് എന്ന് മനസ്സിലാക്കുവാനും നമ്മെ സഹായിക്കുന്നുണ്ട്. നമുക്ക് ആർക്കും ഇവിടെ തനിച്ച് നിലനിൽക്കാനാവില്ല. നമ്മുടെ ജീവനും നിലനിൽപ്പും ദൈവത്തോടും ഈ പ്രപഞ്ചത്തിലെ മറ്റെല്ലാ ജീവജാലങ്ങളോടും മറ്റു മനുഷ്യരോടും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവും ഈ പ്രതിസന്ധി നമുക്ക് നൽകുന്നുണ്ട്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വർഷത്തെ മിഷൻ ഞായർ സന്ദേശത്തിൽ പറയുന്നത് പോലെ നമ്മുടെ സ്വാർത്ഥതയിൽ നിന്ന് പുറത്തു കടന്ന് പ്രാർത്ഥനയിലൂടെ, പങ്കുവയ്ക്കലിലൂടെ, ശുശ്രൂഷയിലൂടെ ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള സ്നേഹത്തിൽ വളരുന്നതിനുള്ള അവസരമാണ് പ്രേക്ഷിത വിളി നമുക്കൊരുക്കുന്നത്. ഇന്നത്തെ ലോകത്തിന് നിസ്വാർത്ഥ സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, പങ്കുവയ്ക്കലിന്റെ, സഹിഷ്ണുതയുടെ ഈ സന്ദേശം ഏറെ ആവശ്യമുണ്ട്. നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ, നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ, വീട്ടിലും സ്കൂളിലും കോളേജിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ നമ്മുടെ കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങളിലൂടെ നിസ്വാർത്ഥ സ്നേഹത്തിന്റെ സന്ദേശം നമുക്ക് കൈമാറാനാവില്ലേ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം പ്രവാചകനോട് ചോദിച്ച ചോദ്യം ഇന്നും ആവർത്തിക്കപ്പെടുന്നു. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് എനിക്ക് വേണ്ടി പോവുക? പ്രവാചകനോട് ചേർന്ന് നമുക്കും ആത്മാർത്ഥമായി ഉത്തരം പറയാനാവുമോ? കർത്താവേ, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ സുവിശേഷത്തിന് ജീവിത സാക്ഷി നൽകുവാൻ ഈ മിഷൻ ഞായർ ആചരണം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.